ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടരും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ നമ്മളിന്നൊരു സ്ഥലം വരെ പോകാം. നമ്മൾ നാട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ മയിൽ വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയുള്ള സ്ഥലത്ത് പോലെ നമ്മളവിടുത്തെ അമ്പങ്കുന്ന് പള്ളിക്കാട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ സെക്രട്ടറിയാണ് ഡ്രൈവർ. സെക്രട്ടറി മാമനെ അങ്ങോട്ട് മാറ്റി അതിൻ്റെ മോനെ അങ്ങോട്ട് ഡ്രൈവറാക്കി എടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ ഡ്രൈവറാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടാണ്. ആദ്യം തന്നെ നമ്മളവിടുത്തെ മസ്തമല്ലിയപ്പട പള്ളിയിൽ കയറിയിട്ട് പോകാം. നമ്മുടെ പള്ളിക്ക് തന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നവരെല്ലാവരും സ്കൂളിൽ പ്രസന്റ് എടുക്കുന്ന പോലെ കയറ്റിയിട്ട് എല്ലാവരും വണ്ടിയിലേറ്റ് നമ്മളെ യാത്ര അങ്ങനെ തുടങ്ങിയിട്ടാണ്. വണ്ടിയിൽ വെച്ച് ഇങ്ങനെ പാട്ട് ഞാൻ മുമ്പ് നിബിയത്തിന് പാടിയ പാട്ടാണ്. ഈ പാട്ട് പാടുമ്പോൾ തൊണ്ടയില് ശ്വാസം എന്ന് പറയുമ്പോൾ തൊണ്ടയില കയറിയെ പിടിച്ചു. കുടുംബഘട്ടിൽ പോലെ ബസ്സിന്റെ ബാക്ക് ബാഗ് ആക്കിയിട്ട് മാറി എങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഫുൾ ടാങ്ക് എന്തിനാ അടിച്ചിട്ട് വേണം പോകാൻ. ചേട്ടന്മാര് കുളിസും കാണിച്ച് കുളിക്കുക. നമ്മൾ അമ്മകുന്ന് പള്ളിയിൽ എത്തിയിട്ട് അതിന്റെ മുമ്പ് നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച അതിന് ജുമാ നിസ്കരിക്കാൻ വേണം. എന്നിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചിടപ്പെടുത്തുക. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തുള്ള ഒരു പള്ളിക്ക് ജുമാ നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ട് ഇതാണ് അപ്പൊ അമ്പകുന്ന് ഉപ്പാപ്പാടെ പള്ളി ഇട്ടാ. ഇതാണ് ആ ഉപ്പാപ്പാടെ മക്ബറാട്ട. നമ്മൾ വന്ന ഇവിടുത്തെ നേർച്ചയെന്ന് കിട്ടാം. 3 ദിവസം ഇട്ട ഇവിടുത്തെ നേർച്ച. അപ്പൊ സംഭവം ഉണ്ടാക്കിയതാണ് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഫുഡ് കഴിക്കാനുള്ള വരികയാണ് ഈ കാണുന്നത്. എല്ലാവരും ഇവിടെ ഫുഡ് വാങ്ങിച്ച് കഴിച്ചു തുടങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ വരിയിൽ തന്നെ നിൽക്കുന്നത്. പോയി ഫുഡ് വാങ്ങണോടത്തേക്ക് എത്തി. അപ്പൊ സാധാ ചോറും ബീഫ് കറിയും ഉണ്ട് ഫുഡ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാകുന്നു കേട്ടോ. 3 ദിവസം ഇവിടെ നേർച്ചലാണ്. അധികം കടങ്ങളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ആ കുറച്ച് കടകൾ മാത്രമാണ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. വണ്ടിയുടെ മുകളിൽ ഒരു കീച്ചയും വേണം, കൈയിന്റെ മുകളിൽ ഒരു മോതിരം വേണ്ട. പക്ഷെ ഏത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ തൃപ്തിപ്പെടുന്നില്ല. ആ ഫോട്ടോത്തിൽ കാണുന്നതാട്ടോ അമ്പകുന്ന് വല്യപ്പ. അങ്ങനെ അമ്പകുന്ന് വല്യപ്പയുടെ മക്ബറിയും കണ്ടു, പള്ളിയും കണ്ടു. ഇനി നമ്മൾ നേരെ വേറൊരു സ്ഥലത്ത് കട പോകുന്നത്. നമ്മളിനി നേരെ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ ചെറുതുരുത്തി കായൽ കാണാൻ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ബീച്ചല്ലേ സോറി അവിടെ പാർക്കും കാര്യങ്ങളും അതുപോലത്തെ ഒക്കെ ഉണ്ട്. ചൂടുകാലം തണുത്തൊന്നും കുടിക്കാണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ദാഹട്ടാ. അല്ല, വണ്ടി ഒരു ഭാഗത്ത് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആനക്ക് പോകാൻ സ്ഥലമില്ലാത്ത സൈഡിലേക്ക് സ്കൂട്ടി തട്ടിയിട്ട് അങ്ങോട്ട് കടന്നാ പോയി. ഇതാണ് ചെറുതുരുത്തി കായലിട്ടാ. ആനക്കുളി ആരും കണ്ടില്ല എന്നുള്ള പരാതി ഉണ്ട്. എന്റെ വീഡിയോ ഒക്കെ തന്നെ ആനക്കുളി കണ്ടോ. ഇതാണ് എലിഫന്റ് ചാണകം. അവിടെ നിന്നാണ് പോകുന്നപ്പോൾ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ഇവിടെ ആണെങ്കിൽ പാർക്കും അതുപോലെ തന്നെ വഞ്ചിയിലും നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റൂട്ടാ. 100 രൂപ എത്ര അങ്ങോട്ട് ഉള്ളോട്ടോ ഇവിടെ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് വന്നു. കയറി ചെല്ലുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. മരങ്ങളിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് നല്ല ഭംഗിയുണ്ട്. അപ്പൊ തൊട്ടപ്പോൾ തന്നെ കായലും ഉണ്ട്. പിന്നെ ചെക്കന്മാര് മീനിൽ കഴിയിട്ട് കളിക്കുക. മീനുകളെ ഫോട്ടോ മാത്രമേ വെച്ചില്ല. അടിയിലാണെങ്കിൽ തുള്ളി വെള്ളമില്ലേ മീൻ. ചെറുദൂരത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം തുടങ്ങിയിട്ട് ഒരു 6 മാസം ആയിട്ടുള്ളൂട്ടോ. പിന്നെ ഊഞ്ഞാലുണ്ട്, ആടാണെങ്കിൽ ഊഞ്ഞാലുണ്ട്. പിന്നെ ഈ സംഭവ സ്ഥലം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പൈച്ചിട്ടാണെങ്കിൽ ഒരു ഇതായിട്ടാണ് നമുക്ക് തൽക്കാലം ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലം കാണുന്ന അടിപൊളിയായിട്ട്. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ഫുഡ് എന്ത് ചോദിച്ചാലും ശനി ഞായർ മാത്രമാണ് ബോട്ടിൽ ആൾക്കാരെ വെച്ച് കൊണ്ടുപോകുള്ളൂട്ടോ. അല്ലാത്ത ദിവസങ്ങൾ വഞ്ചിയിലാട്ട യാത്ര. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്കുണ്ട്. പിന്നെ പിള്ളേരെ മാത്രമല്ല നമുക്കാണെങ്കിൽ നമുക്ക് പോയി കളിക്കാം. ഒരു 10 ടിക്കറ്റ് എടുത്ത് നമ്മളെ കൂടെ വന്നാൽ എല്ലാവരും നമ്മൾ വഞ്ചിയിൽ കയറ്റി വിടാൻ പോകട്ടാ. ബസ്സിൽ ചാടി പിടിച്ച് കയറുന്ന പോലെ വഞ്ചിയിൽ കയറി ഇതിൽ അതുപോലെ കയറി നേരെ എല്ലാവരും കൂടി വെള്ളത്തിക്ക വീഴാം. 2 കിലോമീറ്റർ യാത്ര ഇട്ട് വഞ്ചിയിൽ പോയി വന്നിട്ട് ഒരാൾക്ക് 100 രൂപയുടെ വഞ്ചിയിൽ. ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പം നാളെ കാണാം.